എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. ഞാനൊരിക്കലും ഓട്ടംതുള്ളൽ പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല. ഞാൻ ഓട്ടംതുള്ളലും കഥകളിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ തന്നെ. പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചത്, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. എല്ലാവരും ജോലി എടുക്കുന്നത് കഞ്ഞി കുടിക്കാനും ചോറുണ്ടാനും വേണ്ടിയാണ്, അല്ലാതെ പട്ടിണി എടുക്കാൻ വേണ്ടി ആരും പണിക്ക് പോകില്ലല്ലോ. എങ്കിൽ പിന്നെ വെറുതെ കുത്തിയിരുന്നാൽ പോരെ. എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ഈ 2 ദിവസം കൊണ്ടുണ്ടായി. സാധാരണ മനുഷ്യരും ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രതികരിച്ചു. അതിൽ എല്ലാ മലയാളികളോടുമുള്ള നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ അവർക്ക് വൈറലാവണം. പണ്ടത്തെ പോലെ രാമകൃഷ്ണൻ ചേട്ടനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പത്രക്കാരൊക്കെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞു, ഭയങ്കര ഫേമസ് ആയില്ലേ. അതുപോലൊന്ന് ഫേമസ് ആവാൻ നോക്കിയതാ. അത് വേറെ ഒരു രീതിയല്ല, അവർക്കൊരു മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നാൻ. അവരുടെ സംസാര രീതി എങ്ങനെയാണ്, ആ ചർച്ചകളിലൊക്കെ വന്നിരുന്നപ്പോഴും അല്ലാത്തിരുന്നപ്പോഴും നല്ല കലാമണ്ഡലം എന്നുള്ള പേര് കലാമണ്ഡലംകാർ വരെ തഴഞ്ഞിട്ടേക്കണതാണ്. അവർ ഉപേക്ഷിച്ചു, ആ സംഭവത്തോടു കൂടി അവർ ഉപേക്ഷിച്ച വെറും സത്യഭാമയാണ് കലാമണ്ഡലം. സത്യമല്ല, വെറും സത്യഭാമ. അവരിങ്ങനെ തോന്നിയ പോലെ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഭ്രാന്തയായ ഒരു സ്ത്രീ, ഭ്രാന്തനായ ഒരു വ്യക്തികൾ വഴി കിടന്ന് വിളിച്ചു പറയില്ലേ. വിളിച്ചു പറയുമ്പോൾ നമ്മൾ എല്ലാം മൈൻഡാക്കാൻ പോകാറുണ്ടോ? അതുപോലെ ഒന്നും മൈൻഡാക്കാതെ ഇരുന്നാൽ മതി. അവർക്ക് ആ വൈറലാവണം, പറഞ്ഞിട്ട് എന്തായാലും.